എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 കമ്മ്യൂണിറ്റി കോട്ട സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷ ആരംഭിച്ചു. കോഴ്സ് ട്രാൻസ്ഫർ ഇപ്പോൾ അപേക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക്. ലാസ്റ്റ് ഡേറ്റ് ജൂൺ 26 വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനും ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിതിരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് പോലും ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികളെ അങ്ങനെ ആവരുത്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനും ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ വർഷത്തെ +1 അലോട്ട്മെൻറ്റ് കമ്മ്യൂണിറ്റി കോട്ട സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷ ഇന്നു മുതൽ ആരംഭിച്ചു കഴിഞ്ഞു. അത് വിദ്യാർത്ഥികൾക്ക് കമ്മ്യൂണിറ്റി കോട്ട സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുള്ള അപേക്ഷ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ hscap.kerala.gov.in എന്ന വഴി വെബ്സൈറ്റ് വഴി പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റാണ്, കമ്മ്യൂണിറ്റി കോട്ടയിൽ അപേക്ഷിച്ചതുകൊണ്ട് മറ്റേതെങ്കിലും കോട്ടകളിൽ അപേക്ഷിക്കാൻ പറ്റുന്നത് മെറിറ്റ് കോട്ടയിൽ അപേക്ഷിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ എന്ന്? ഇല്ല, അങ്ങനത്തെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കുന്നല്ലെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. കോഴ്സ് ട്രാൻസ്ഫറിന് ഇപ്പോൾ അപേക്ഷിക്കാം. അപ്പോൾ കോഴ്സ് ട്രാൻസ്ഫർ എന്ന് പറയുമ്പം പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട്, എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുമോ എന്ന്. അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക, ഇല്ല, ഇത് കമ്മ്യൂണിറ്റി കോട്ടയിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഈ കോഴ്സ് ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളത്. കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് മാത്രമേ കോഴ്സ് ട്രാൻസ്ഫറിന് അപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത വിദ്യാർത്ഥികൾക്കുള്ള സ്കൂൾ കോഴ്സ് കോമ്പിനേഷൻ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ശേഷമായിരിക്കും വിളിക്കുക എന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. ഇപ്പോൾ വിളിച്ച കോഴ്സ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് എന്താണ്, കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്കുള്ള കോഴ്സിൻ്റെ മാറ്റത്തിലാണ്. നിങ്ങൾക്കിപ്പോൾ സയൻസ് കോഴ്സാണ് എടുത്തതെങ്കിൽ നിങ്ങൾക്ക് കൊമേഴ്സിലേക്കോ ഹ്യൂമാനിറ്റീസിലേക്കോ ആണെങ്കിൽ മാറ്റാം. ഹ്യൂമാനിറ്റീസ് എടുത്ത വിദ്യാർത്ഥികളാണെങ്കിൽ, കൊമേഴ്സ് എടുത്ത വിദ്യാർത്ഥികളാണെങ്കിൽ സയൻസിലേക്കൊക്കെ നിങ്ങൾക്ക് മാറ്റാം. കോഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാനുള്ള ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളതെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. അപ്പോൾ കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഇപ്പോൾ ഉള്ള കോഴ്സ് ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ പറ്റൂ. റെഗുലർ വിദ്യാർത്ഥികൾക്കുള്ള ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഇതുവരെയും വിളിച്ചിട്ടില്ല എന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. നിങ്ങൾക്കുള്ള റെഗുലർ ട്രാൻസ്ഫർ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷമായിരിക്കുമെന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും കമ്മ്യൂണിറ്റി കോട്ട സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷ ഇന്ന് ആരംഭിച്ചിട്ടുണ്ട്. കമ്മ്യൂണിറ്റി കോട്ട സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷയും കോഴ്സ് ട്രാൻസ്ഫറും അപേക്ഷിക്കാനുള്ള അവസാന തീയതി ജൂൺ 26. കാത്തിരിക്കാം ഏറ്റവും പുതിയ അറിയിപ്പുകൾക്ക് വേണ്ടി. പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. മൈ നെയിം ഇസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ടാക്, ദ കരിയർ ഗൈഡൻ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.